കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം അത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday school is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why and that is how we respond to that loving, tender call from Jesus Christ. Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം, അതിനോട് പ്രതികരിക്കാം, ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്കുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ
സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കും. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace, sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy land abide in a clean heart. Grant me, Lord, a virtuous mind, always seeking thee only, taking out all that I shall trespass not to sinful way. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of thy commandments. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം. ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഈ ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല.
അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകൻ വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ, പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരിക്കലും ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നുറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. ഇതാണ് പറഞ്ഞത്. ഇത് വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തില് 3 ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, ചോദിക്കുക; സീക്ക്, അന്വേഷിക്കുക; നോക്ക്, മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്, യു ഷുഡ് കീപ് ഓൺ സീക്കിങ് ആൻഡ് യു ഷുഡ് കീപ് ഓൺ നോക്കിങ്. അപ്പോൾ അതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്. ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം.
മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? മഴയുടെ പ്രശ്നങ്ങളെങ്ങാനും ഉണ്ടോ? ഇപ്പോൾ ഓരോ ദിവസവും ഒരുപാട് ദുരിതങ്ങളും രോഗങ്ങളും അപകടങ്ങളും ഒക്കെയാണ് നാം കേൾക്കുന്നത്, അല്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മെ രക്ഷിച്ച ദൈവത്തിന് നാം നന്ദി പറയണം. ലോകത്തെ മുഴുവനും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായി നാം ദൈവത്തോട് അപേക്ഷിക്കുകയും വേണം, കേട്ടോ? പാഠങ്ങളൊക്കെ പഠിച്ചോ? കഴിഞ്ഞ കുറെ ആഴ്ചകളായി നാം കുറെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പഠിച്ചു, അല്ലേ? ഇന്ന് നമുക്കൊരു കഥ പഠിച്ചാലോ? നിങ്ങൾ സഹദ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ സഹദ എന്ന വാക്കിന്റെ അർത്ഥം? ആർക്ക് പറയാം? രക്തസാക്ഷി, അല്ലേ? വെരി ഗുഡ്. നിങ്ങൾ എവിടെയാ സഹദ എന്ന് കേട്ടത്? കഴിഞ്ഞ വർഷം നിങ്ങൾ സഹദേന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഏത് സഹദേന്മാരെ കുറിച്ചാ നിങ്ങൾ പഠിച്ചത്? ശിശു സഹദേന്മാരെ കുറിച്ചും കുര്യാക്കോസ് സഹദായെ കുറിച്ചും, അല്ലേ? ശിശു സഹദേന്മാരെ ആരാ വധിച്ചത്? ഹെരോദാസ് രാജാവ്. കുര്യാക്കോസ് സഹദായെയോ ഡയോക്ലീഷ്യൻ രാജാവാണ് വധിച്ചത്, അല്ലേ? ഇനി ഏത് സഹദായെയാ നിങ്ങൾക്കറിയാവുന്നത്? നമുക്കൊക്കെ പരിചിതനായ ഒരു സഹദായ ഉണ്ടല്ലോ. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പടമൊക്കെ കണ്ടിട്ടുണ്ട്. കുതിരപ്പുറത്തിരുന്ന് കുന്തം കൊണ്ട് പാമ്പിനെ കുത്തിക്കൊല്ലുന്ന ഒരു സഹദ. ആരാ അത്? ഗീവർഗി സഹദ, അല്ലേ? കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു സഹദായെ കുറിച്ച് പഠിച്ചല്ലോ. അതാരാ? ബഹനാം സഹദ, അല്ലേ? ഈ സഹദേന്മാരൊക്കെ ക്രിസ്തുവിന് വേണ്ടി മരണം വരിച്ചവരാണ്. ക്രിസ്തുവിനെ ഏറ്റുപറയുകയും പിന്തുടരുകയും ചെയ്യുന്നവർക്ക് എല്ലാ കാലവും അതാത് ഭരണാധികാരികളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും മരണവും വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജാതികളിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനായി അവരെല്ലാം അന്നത്തെ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു. അതിനനുസരിക്കാതെ വന്നപ്പോഴാണ് ഇവർക്കെല്ലാം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾ അറിയാവുന്ന ചില വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞേ. തോമസ് ലീഹ, പരുമല തിരുമേനി, വട്ടശ്ശേരിൽ തിരുമേനി, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ പട്ടികയിൽ. ഇനി ഇവരിൽ ആരൊക്കെയാണ് ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നവരെന്ന് പറയാമോ? നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ, അല്ലേ? ഇവരെല്ലാം ദൈവഭക്തരായി
വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചവരാണ്. അതുപോലെ നാമും നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കാഴ്ചയായി സമർപ്പിക്കണം. നമുക്ക് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും നമ്മുടെ സ്വന്തമല്ല എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ്. അങ്ങനെ വിശ്വാസ ജീവിതം നയിച്ച് സ്വന്തം ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ച ഒരമ്മയെയും അവരുടെ 7 മക്കളെയും കുറിച്ചുള്ള പാഠമാണ് നാം ഇന്ന് പഠിക്കുന്നത്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 19ാമത്തെ പാഠമാണ് മാർത്ത് ശ്മൂനിയും 7 മക്കളും. മദർ മാർത്ത് ശ്മൂനി. മർത്ത് എന്ന സുറിയാനി വാക്ക് വിശുദ്ധരായ മഹതികൾക്ക് നൽകുന്നതാണ്. ദൈവമാതാവായ കന്യകമറിയാമിനെ മർത്തമറിയം അമ്മ എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ മോർ എന്നത് വിശുദ്ധരായ പിതാക്കന്മാരെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ബഹുമാന സൂചകമായ പദമാണ്. ഉദാഹരണം മോർ തോമസ് ലീഹ, മോർ ബസേലിയോസ് ബാവ തുടങ്ങിയവർ. ക്രിസ്തുവിന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിലാണ് മർത്ത് ശ്മൂനി അമ്മയും മക്കളും ജീവിച്ചിരുന്നത്. നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഉൾപ്പെടാത്ത 7 പുസ്തകങ്ങൾ കൂടി നമ്മുടെ സഭ അംഗീകരിച്ചിട്ടുണ്ട്. മഹാജ്ഞാനം, യൂദിത്ത്, തോബിത്ത്, പ്രഭാഷകൻ, ബാറൂക്ക്, 1-2 മക്കാബിയർ തുടങ്ങിയവയാണ് ഈ പുസ്തകങ്ങൾ. അതിലെ ഒരു പുസ്തകമായ മക്കാബിയരുടെ പുസ്തകത്തിലാണ് വിശുദ്ധ മാർത്ത് ശ്മൂനി അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകങ്ങളെ ക്രിസ്തീയ സഭ ഉത്തര കാനോക്കെ, അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നു. ആ പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ ക്ലാസുകളിൽ പഠിക്കും കേട്ടോ. നമുക്ക് കഥ തുടരാം. അക്കാലത്ത് ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന അന്ത്യോക്യസ് 4 പാലസ്തീൻ ആക്രമിച്ച് കീഴടക്കി. നമ്മുടെ വടക്കേ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കിയ ഒരു ഗ്രീക്ക് ചക്രവർത്തി ഉണ്ടായിരുന്നു. മഹാനായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നാണ് ഈ ചക്രവർത്തി അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വലിയ ക്ലാസുകളിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിൻഗാമിയായിരുന്നു അന്ത്യോക്യസ് 4. പണ്ട് കാലത്ത് രാജഭരണമായിരുന്നതിനാൽ നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനോ ആരാധിക്കാനോ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ആ രാജ്യത്തെ രാജാവ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ ആ ദൈവത്തിൽ തന്നെ ആ രാജ്യത്തുള്ള ജനങ്ങളും വിശ്വസിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിക്രൂരന്മാരായിരുന്ന ചില രാജാക്കന്മാർ അവരുടെ ദേവന്മാരിലോ ദേവിമാരിലോ വിശ്വസിക്കാത്തവരെ കൊന്നുകളയാൻ പോലും മടിച്ചിരുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം ദാര്യാവേശ് രാജാവിന്റെ കഥ പഠിച്ചിട്ടില്ലേ? സത്യദൈവത്തെ ആരാധിച്ചതിന് അദ്ദേഹം ദാനിയേലിനെ എന്താ ചെയ്തത്? സിംഹക്കുഴിയിലിട്ടു അല്ലേ? അത്തരത്തിൽ ക്രൂരനായ ഒരു രാജാവായിരുന്നു അന്ത്യോക്യസ് 4. പാലസ്തീൻ ആക്രമിച്ച് കീഴടക്കിയ അദ്ദേഹം യഹൂദരുടെ പുണ്യ ദേവാലയമായ യെരുശലേം ദേവാലയം നശിപ്പിച്ച് ആ ദേവാലയത്തിൽ ഗ്രീക്ക് ദേവന്മാരെയും ദേവിമാരെയും പ്രതിഷ്ഠിച്ചു. അവരെ ആരാധിക്കാൻ ജനങ്ങളെ നിർബന്ധിച്ചു. തങ്ങളുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ യഹൂദന്മാർക്ക് സങ്കടവും ദേഷ്യവും വന്നു. അവർ രാജാവിനെ ശക്തിയായി എതിർത്തു. എതിർത്തവരെയെല്ലാം രാജാവ് ക്രൂരമായി കൊന്നൊടുക്കി. ഈ സമയത്താണ് മാർത്ത് ശ്മൂനി അമ്മയെയും അവരുടെ 7 മക്കളെയും അവരുടെ ഗുരുവായിരുന്ന എലയാസറിനെയും പിടിച്ചുകെട്ടി രാജസന്നിധിയിൽ കൊണ്ടുവന്നത്. സത്യദൈവമായി യഹോവയെ ഉപേക്ഷിക്കുവാനും യഹൂദർക്ക് കഴിക്കാൻ പാടില്ലാത്ത പന്നിമാംസം ഭക്ഷിക്കുവാനും രാജാവ് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയില്ലെന്ന് ആ അമ്മ ധൈര്യപൂർവം പ്രസ്താവിച്ചു. ഇത് കേട്ട് കോപിച്ച രാജാവ് ആദ്യം
എലയാസറിനെ വധിച്ചു. എന്നിട്ടും സത്യവിശ്വാസം ഉപേക്ഷിക്കുന്നതിന് വിസമ്മതിച്ച 7 മക്കളെയും മൂത്തതു മുതൽ ഇളയത് വരെയായി ഓരോരുത്തരെയും അതിനുശേഷം ആ അമ്മയെയും ക്രൂരമായി കൊന്നു. ആഴമേറിയ ദൈവവിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ആ അമ്മയും മക്കളും മരണത്തെ ഭയപ്പെട്ടതേയില്ല. ഈ ലോകത്തിൽ നിന്ന് പോയാൽ ദൈവസന്നിധിയിൽ ഉടനെ എത്തുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പിന്നീട് യഹൂദന്മാർ ജൂസാസ് മക്കാബീസ് എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് ഗ്രീക്കുകാരെ തോൽപ്പിച്ച് യെരുശലേം ദേവാലയം വീണ്ടെടുത്തു. ധാരാളം പേർ ആ യുദ്ധങ്ങളിൽ ജീവൻ വെടിഞ്ഞു. മാർത്തശ്മൂനി അമ്മയുടെയും മക്കളുടെയും ആഴമേറിയ വിശ്വാസം കണക്കിലെടുത്ത് ഈ അമ്മയെയും മക്കളെയും നമ്മുടെ സഭ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 1-ാം തീയതി അവരുടെ ഓർമ്മ നമ്മുടെ പള്ളികളിൽ ആചരിച്ചു വരുന്നു. വിശുദ്ധയായ ഈ അമ്മയുടെ നാമത്തിൽ ചില പള്ളികളും നമുക്കുണ്ട്. വിശുദ്ധ മാർത്തശ്മൂനി മാതാവിന്റെ നാമത്തിൽ മലങ്കരയിൽ സ്ഥാപിച്ച ആദ്യ ദേവാലയമാണ് പെരിങ്ങനാട് മാർത്തശ്മൂനി ഓർത്തഡോക്സ് വലിയ പള്ളി. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചില ചോദ്യങ്ങൾ നോക്കാം. 1. മർത്ത, മോർ ഈ പദങ്ങൾ ആരുടെയൊക്കെ വിശേഷണമായി ഉപയോഗിക്കുന്നു? 2. മർത്തശ്മൂനിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 3. മർത്തശ്മൂനി അമ്മയെയും മക്കളെയും വധിച്ച ഭരണാധികാരി ആരായിരുന്നു? 4. രക്തസാക്ഷി എന്ന് അർത്ഥം വരുന്ന ഒരു സുറിയാനി വാക്ക് പറയുക. 5. വടക്കേ ഇന്ത്യ ആക്രമിച്ച ഗ്രീക്ക് ചക്രവർത്തി ആരായിരുന്നു? 6. ഏതു പുരോഹിതന്റെ നേതൃത്വത്തിലാണ് യഹൂദന്മാർ സംഘടിച്ച് ഗ്രീക്കുകാരെ തോൽപ്പിച്ചത്? 7. മർത്തശ്മൂനിയോടും മക്കളോടും എന്തു ചെയ്യുവാനാണ് രാജാവ് ആവശ്യപ്പെട്ടത്? 8. മർത്തശ്മൂനി അമ്മ രാജാവിന് കൊടുത്ത മറുപടി എന്തായിരുന്നു? കുഞ്ഞുങ്ങളെ, കഥ കേട്ടല്ലോ എല്ലാവരും. മസിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ, വാളാൽ ചിറകുകൾ ഉന്നത പദമേറി. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഈ പാട്ടിന്റെ അർത്ഥം? മസിഹായെ കാണാൻ കൊതിച്ച സഹദേന്മാർ വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ ചിറകു വിരിച്ചു പറന്ന് സ്വർഗത്തിലേക്ക് ചെന്നു കരേറി. സത്യദൈവത്തെ ഏറ്റുപറയുന്നവർക്ക് എക്കാലത്തും ധാരാളം പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കുമ്പോൾ അവർക്ക് മുൻപിൽ സ്വർഗം തുറന്നു വരുന്നു. ഈ സഹദേന്മാരെല്ലാം നമ്മുടെ കർത്താവിനോടൊപ്പം ഇപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നുണ്ട്. അവരെ പോലെ ഉറച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമുക്കും കഴിയണം. അതിന് ഈ സഹദേന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ നാമത്തിൽ മരണം വരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ മർത്തശ്മൂനി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഗുഡ് മോർണിംഗ്. വീണ്ടും നമ്മൾക്ക് നല്ല ഒരു പ്രഭാതം കൂടെ യേശുപ്പച്ചൻ ദാനം തന്നതിന് ആദ്യം തന്നെ നമ്മൾക്ക് നന്ദി പറയാം. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എപ്പോഴും പ്രാർത്ഥിക്കണമേ. മഴയുടെ കെടുതികളാലും വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടിലാലും
കോവിഡ് എന്ന മഹാമാരിയുടെ ബുദ്ധിമുട്ടിലും അനേകം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത്, നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ എവിടെയാണ് ശരിക്കും വസിക്കുന്നത്? നമ്മൾ എവിടെയാ വസിക്കുന്നത്? ഭൂമിയിലാണല്ലേ. ആരാണ് ഭൂമി ഉണ്ടാക്കിയത്? ദൈവമാണ് ഭൂമി ഉണ്ടാക്കിയത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടില്ലേ? ആദിയിൽ ദൈവം എന്താ സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ കഥ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാരും ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നേ ആ കഥയൊക്കെ ഒന്ന്. ഈ ഭൂമിയിൽ നിന്നും നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? എന്തൊക്കെയാ കിട്ടുന്നേ? നല്ല ഫ്രൂട്ട്സുകള്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ബ്യൂട്ടിഫുൾ ഗാർഡൻസ്, വാട്ടർ, ഫ്രഷ് എയർ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നുണ്ടല്ലേ. നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ പാദം ഭൂമിയെ ചവിട്ടിയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ കിടന്നു ഭയങ്കരമായിട്ട് ചാടുന്നു, ഓടുന്നു, കളിക്കുന്നു. പിന്നെയോ മനുഷ്യർ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട്, ഓരോരോ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിയെ ഉഴുതുമറിക്കുന്നു. JCB വെച്ച് ഭൂമിയെ നികത്തിയെടുക്കുന്നു. അങ്ങനെ വളരെ വലിയ ഉപദ്രവങ്ങളാണ് നമ്മൾ ഈ ഭൂമിയെ ചെയ്യുന്നത് അല്ലേ. എന്തോരം വേദനയാണ് ഈ പാവം ഭൂമി അനുഭവിക്കുന്നത്. ഭയങ്കരം തന്നെ. എന്നിട്ടും ഈ പാവം ഭൂമി നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഭൂമിക്ക് യാതൊരു പ്രതികരണവുമില്ല, അങ്ങനെ കിടക്കുകയാണ്. ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, ഭൂമിയോളം ക്ഷമിക്കണമെന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ഈ ഭൂമിയെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ക്ഷമയോടെയാണ് ഇതൊക്കെയും സഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠഭാഗത്തിലേക്ക് കയറാം. പാഠം 20. നല്ല ശീലങ്ങൾ. ക്ഷമ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതികരണം. നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? നല്ല ശീലങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ച് ക്രീമൊക്കെ ഇട്ട് നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുന്നതാണോ നല്ല ശീലം? അത് നല്ല ശീലമാണ്. പക്ഷെങ്കിൽ എന്തും കൂടെ വേണം നല്ല ശീലമാവണമെന്നൊരില്ല. നമ്മളിലെ സ്വഭാവം കൂടെ നല്ലതാകുമ്പോഴാണ് നമ്മൾ നല്ല സുന്ദരികളും സുന്ദരന്മാരുമാകുന്നത് അല്ലേ. നമ്മുടെ മുഖ്യ സന്ദേശവും അതാണ്. ഭവനത്തിലും സമൂഹത്തിലും സമാധാനത്തിന്റെ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുവാൻ ക്ഷമ ഏറ്റവും നല്ല ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് തെറ്റായ പ്രതികരണത്തിൽ നിന്നാണ്. ഇതൊക്കെയും ഉണ്ടാകുന്നത്. പ്രതികരണത്തിന് പകരം ഒരു ചെറിയ ക്ഷമാപണത്തിന് നമ്മൾ തയ്യാറായാൽ അനവധി പ്രശ്നങ്ങളും സംഘടനകളും എല്ലാം ഒഴിവാകുന്നു. ക്ഷമ എന്ന ഗുണവിശേഷം സ്വായത്തമാക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് നോക്കാം. നമ്മുടെ കർത്താവ് യേശുപ്പച്ചൻ കാണിച്ചു തന്ന ഒരു നല്ല മാതൃകയാണ്
പറയാൻ പോകുന്നത്. എല്ലാരും കേട്ടിരിക്കണേ. എന്ത് മാതൃകയായിരുന്നു യേശുപ്പച്ചൻ നമ്മൾക്ക് കാട്ടിത്തന്നേന്ന്. യേശു അപ്പച്ചനെ യൂതന്മാർ ചാട്ടവാർ കൊണ്ട് അടിച്ചു, തുപ്പി, തലയിൽ മുൾക്കിരീടം വെച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചു, പരിഹസിച്ചു, കളിയാക്കി, വലിയ കുരിശുമരം ചുമലിൽ വെച്ച് ഗോഗുൽത്താ മലയുടെ മുകളിൽ വരെ നടത്തിച്ചു. പിന്നെയോ കുരിശുമരത്തിൽ തൂക്കുവാൻ വേണ്ടി 2 കൈയും കാലുകളും വലിയ ആണി അടിച്ചു തറച്ചു. നല്ല വെയിലത്ത് മരത്തിൽ തൂക്കി. ഇത്രയും വലിയ ദോഷങ്ങൾ യേശു അപ്പച്ചനോട് ചെയ്തിട്ടും യേശു അപ്പച്ചൻ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് യേശുപ്പച്ചൻ ക്രൂശിൽ കിടന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് യേശുപ്പച്ചൻ പിതാവിനോട് ആ സമയവും പ്രാർത്ഥിക്കുവാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കണ്ടോ, യേശുപ്പച്ചൻ അത്രയും വേദനകൾ സഹിച്ച് മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തു വിലയേറിയ പ്രാർത്ഥനയാണ്. ഇവർ ചെയ്യുന്ന കുറ്റം ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആ സമയവും പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ സ്തേഫാനോസ് സഹതയെ പറ്റി കേട്ടിട്ടില്ലേ? വിശുദ്ധ സ്തേഫാനോസ് സഹതയും ഇതേപോലെ മനുഷ്യരുടെ കല്ലേറുകളാൽ രക്തസാക്ഷിയായ ഒരു പിതാവാണ് വിശുദ്ധ സ്തേഫാനോസ് സഹത. ആദ്യ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്തേഫാനോസ് സഹത. സ്തേഫാനോസ് സഹതയെയും ആൾക്കാർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സ്തേഫാനോസ് സഹതയും ഇതേപോലെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 7:60 പറയുന്നുണ്ട്. വായിച്ചു നോക്കണേ. അതേപോലെ നമ്മുടെ കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കർത്തൃപ്രാർത്ഥന? അറിയാമോ എല്ലാവർക്കും? കർത്തൃപ്രാർത്ഥന ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ. ഇതിൽ പറയുന്നതും എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. എങ്ങനെയാണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കത്തുള്ളൂ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശുപ്പച്ചൻ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ വലത്തെ ചെകിട്ട തടിക്കുന്നവനെ ഇടത്തെ ചെകിടുകൂടി കാണിച്ചു കൊടുക്കണമേ എന്ന്. എന്താണ് വാക്യം? നിന്റെ വലത്തെ ചെകിട്ട തടിക്കുന്നവനെ ഇടത്തേതു കൂടി കാണിച്ചു കൊടുക്കാനെന്നാ യേശുപ്പച്ചൻ പറയുന്നത്. ഈ വചനം നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകമാണിത്. നമ്മുടെ ഗാന്ധിജിനെ പറ്റി എല്ലാവർക്കും അറിയില്ലേ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഗാന്ധിജിയുടെ ജീവചരിത്ര പുസ്തകങ്ങളൊക്കെ ടൈം കിട്ടുമ്പം വായിക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ മനപ്പാഠ വാക്യത്തിലേക്ക് വരാം. എല്ലാരും ശ്രദ്ധിച്ചിരിക്കുമല്ലേ? ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കൊലോസ്യർ 3:13 പറയുന്നതാണ്. എന്താണ്? ഒന്നുകൂടെ പഠിച്ച് ഇന്നീ മനപ്പാഠമാക്കി എല്ലാരും പഠിക്കണം കേട്ടോ. ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ
തമ്മിൽ ക്ഷമിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. കൊലോസ്യർ 3:13. വീണ്ടും കൊലോസ്യർ 3:8 പറയുന്നുണ്ട്, നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്കു പറയരുത്. കണ്ടോ, ഇതിലെന്താണ് പറയുന്നത്? ദേഷ്യം, ക്രോധം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുക, മറ്റുള്ളവരെ പറ്റി കളിയാക്കി പരിഹസിച്ച് ചിരിക്കുക, ഇതൊന്നും നല്ല ശീലമുള്ള ഒരു കുട്ടിയിലുള്ളതല്ല. ദേഷ്യമാണ് വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അതൊക്കെയും ഉപേക്ഷിച്ചാൽ നമ്മൾ സമൂഹത്തിലും നമ്മുടെ വീടുകളിലും ഓമന പുത്രന്മാരും പുത്രിമാരുമായി വളരാം. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിച്ചാലും മാപ്പ് തരാത്ത ചില ആളുകളുമുണ്ട്. അങ്ങനെയുള്ളവരോട് നാം വീണ്ടും കോപിക്കരുത്. അവരോട് നാം വീണ്ടും മാപ്പ് ചോദിക്കണം. നമ്മളോടും അതുപോലെ തന്നെ ഒരാൾ മാപ്പ് ചോദിച്ചാൽ നമ്മൾ ക്ഷമിക്കുക. വീണ്ടും അയാൾ അതേ തെറ്റ് ചെയ്താൽ വീണ്ടും ക്ഷമിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് തെറ്റ് ചെയ്യുകയും എല്ലാ വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുന്നെങ്കിൽ അവനോട് ക്ഷമിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. ആയതിനാൽ നാം ക്ഷമയുള്ളവരായിരിക്കണം. അത് മനസ്സിനെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. നമ്മൾ പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മുടെ സ്വഭാവം കണ്ട് മറ്റു മതസ്ഥർ പറയും, ഇവൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന്. ഇതാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി മറ്റുള്ളവർക്ക് നാം കാണിച്ചു കൊടുക്കുവാനുമുള്ളത്. ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വൈര്യതയും മനസ്സമാധാനവും നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. ക്ഷമയല്ല, കോപമാണ് പലരുടെയും ബലഹീനത. അതുമൂലം അവർക്കും അവരോടൊപ്പം ജീവിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉളവാക്കുന്നത്. കോപം പല ദുഷ്പ്രവൃത്തികളിലേക്കും നമ്മെ നയിക്കുന്നു. ഒരു കവിതയുണ്ട്, പറയുന്നുണ്ട്, കോപമാകുന്നത് വിത്തെന്നറിയണം, പാപമാകുന്ന മഹാമരത്തിനടോ. കോപം എന്ന വിത്ത് വളർന്നാൽ പാപം എന്ന വലിയ വൃക്ഷമായി വളരും എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമല്ലാത്ത തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ നമ്മൾ കോപാകുലരായി അവരോട് അതേ മട്ടിലോ അതിലും മോശമായമോ പെരുമാറുന്നു. അങ്ങനെ പകരം വീട്ടുമ്പോൾ നാം അവർക്ക് സമന്മാരായി തീരുകയാണ്. എന്നാൽ ക്ഷമിക്കാൻ കഴിഞ്ഞാലോ നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠന്മാരാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അയൽക്കാരനോടോ സഹപാഠികളോടോ നമ്മോട് മോശമായി പെരുമാറിയാലും അവരെ ഉപദ്രവിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ ശ്രമിക്കാതെ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നാം അവരുടെ മേൽ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? നന്മയാൽ തിന്മയെ ജയിക്കുക. എപ്പോഴും മനസ്സമാധാനത്തോടെ ഇരിക്കുന്നവർക്കാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുവാൻ സാധിക്കുന്നത്. സമാധാനമില്ലെങ്കിൽ നമ്മുടെ വീക്ഷണ വികലമാകും.
നന്മ കാണാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. പരസ്പരം ക്ഷമിച്ചും സഹിച്ചും നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോൾ നമുക്ക് ശാന്തിയും സ്വസ്ഥതയും അനുഭവിച്ച് അറിയാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ചെറിയ 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വാചകം എന്തായിരുന്നു? കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? കോപം എന്ന വിത്ത് വളർന്ന് എന്താകുന്നത് അറിയാലോ എല്ലാവർക്കും. നന്മയാൽ എന്ത് ജയിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്? അതിന്റെ ആൻസർ അറിയാം. നിന്റെ വലത്തെ ചികട്ടത്ത് അടിക്കുന്നവനെ ഇടത്തേതുകൂടി കാണിച്ചു കൊടുക്കുക എന്ന ആരായിരുന്നു പറഞ്ഞത്? അപ്പൊ അതിന്റെ ആൻസർ ഫില്ല് ചെയ്ത് നിങ്ങളുടെ മിസ്സുമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു നിശ്ചയമെടുക്കാം. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവവും നമ്മോട് ക്ഷമിക്കും. ക്ഷമ കൊണ്ട് നമ്മൾക്ക് അനേകം വിഷമ സാഹചര്യങ്ങളെ ഒഴിവാക്കാം. ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് അനേകം ആപത്തുകളും അനർത്ഥങ്ങളും വർദ്ധിച്ചു വരുന്നത് സ്വാഭാവികമാണ്. അവർക്ക് ഒരിക്കലും സുഖം അനുഭവിക്കാനും പറ്റുകയില്ല. ക്ഷമയാലും പ്രാർത്ഥനയാലും നല്ല മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾക്ക് ഒരു നിമിഷം എല്ലാവർക്കും കണ്ണടച്ച് കൈകൂപ്പി യേശുപ്പച്ചനോട് ഒരു നിമിഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കഴിവ്, അവരോട് ക്ഷമിച്ചു ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ഉണ്ടാകുമാറാകണമേ. ആമേൻ. താങ്ക് യു ഓൾ.